നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള നീക്കങ്ങൾ ശക്തമാക്കുകയാണ് ഏതായാലും ക്രൈംബ്രാഞ്ച്. ഓരോ ദിവസം കഴിയുന്തോറും അന്വേഷണം കൂടുതൽ ഇരകളിലേക്ക് എത്തുവാനുള്ള നീക്കങ്ങളാണ് നടത്തുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് വലിയ രീതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരെങ്കിലും ഇത്തരത്തിൽ ആരോപണം ഉന്നയിച്ചു വരുന്നില്ലെങ്കിലും ഉള്ള ആരോപണങ്ങളിലൊക്കെ തന്നെ ഇവർക്ക് പരാതിയുണ്ടോ എങ്കിൽ അവരുടെ പരാതി നേരിട്ട് രേഖപ്പെടുത്താനുള്ള നീക്കങ്ങൾ ക്രൈംബ്രാഞ്ചിന്റെ ഭാഗത്ത് നിന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരസ്യ പ്രതിഷേധങ്ങളൊക്കെ തന്നെ നിലവിലൊന്നും നിന്നിരിക്കുകയാണ്. എന്നിരുന്നാലും ഇനി സഭയിലേക്ക് എത്തുമ്പോൾ അത് വീണ്ടും ഉയർന്നു വരാനുള്ള സാധ്യതയുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗിക ആരോപണങ്ങളിൽ ക്രൈംബ്രാഞ്ചിനും നിർണായകമായിട്ടുള്ള വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. കാരണം ഈ പറയുന്ന 2-3 യുവതികളാണ് ഇപ്പോൾ രാഹുലിനെതിരെ ആരോപണം ഉന്നയിച്ചു വന്നിട്ടുള്ളത്. ഇതിൽ 2 യുവതികൾ ഗർഭചിത്രത്തിന് വിധേയരായതായാണ് പുറത്തു വരുന്ന വിവരം. അതായത് 2 യുവതികളെ രാഹുൽ ഗർഭിണിയാക്കി അവരെ അബോർഷൻ ചെയ്യാനായിട്ട് നിർബന്ധിത ഗർഭചിത്രത്തിന് വിധേയമാക്കി എന്നുള്ള നിർണായകമായിട്ടുള്ള വിവരം ക്രൈംബ്രാഞ്ചിന് കിട്ടിയിട്ടുണ്ട്. ഇതൊരു കേസിൽ ഏറെ നിർണായകമാകും. ആദ്യ ഗർഭചിത്രത്തിനിരയായ യുവതിയെയും ബന്ധുവും രണ്ടാമത്തെ യുവതിയെ സഹായിച്ചുവെന്നും വിവരമുണ്ട്. ബാംഗ്ലൂരിൽ നിന്നാണ് ഗർഭചിത്രം നടന്നതെന്നാണ് ക്രൈംബ്രാഞ്ചിന് ലഭിച്ചിരിക്കുന്ന വിവരം. ഇത് സംബന്ധിച്ച് ബാംഗ്ലൂരിലെ ആശുപത്രി കേന്ദ്രീകരിച്ചും അന്വേഷണം നടത്തുകയാണ്. അന്വേഷണ സംഘം ഗർഭചിത്രം നടന്ന ആശുപത്രിയിൽ നിന്ന് വിവരങ്ങളും ശേഖരിച്ചിട്ടുണ്ട്. 2 യുവതികൾ ഗർഭചിത്രം നടത്തിയെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. ഇതുമായി ബന്ധപ്പെട്ട് നേരിട്ടും ആരും പരാതി നൽകിയിട്ടില്ല. മാധ്യമങ്ങളിലാണ് ഇത്തരത്തിലുള്ള വാർത്തകൾ വന്നിരിക്കുന്നത്. അതിനാൽ തന്നെ അത്തരത്തിലൊരു കേസ് എടുക്കാൻ അന്വേഷണ സംഘത്തിന് സാധിക്കില്ല. പരാതിക്കാരെ കണ്ടെത്തുകയും പരാതി നൽകുന്നത് സംബന്ധിച്ച് അന്വേഷിക്കാനും ഒരുങ്ങുകയാണ് അന്വേഷണ സംഘം. പരാതിയില്ലെങ്കിൽ അവരുടെ മൊഴി കൂടി രേഖപ്പെടുത്തി നിയമ നടപടികൾ അവസാനിപ്പിച്ചേക്കാനുള്ള സാധ്യതയുമുണ്ട്. അതിനു പുറമെ ഏതെങ്കിലും തരത്തിലുള്ള സമ്മർദ്ദമുണ്ടെങ്കിൽ അത് അന്വേഷിച്ച് അവരിൽ നിന്ന് പരാതി എഴുതി വാങ്ങി അന്വേഷണ സംഘം അന്വേഷണവുമായി മുന്നോട്ട് പോകും. ഇത്തരത്തിലുള്ള 2 തരത്തിലുള്ള നീക്കങ്ങളാണ് അന്വേഷണ സംഘം മുന്നോട്ട് വയ്ക്കുന്നത്. നേരത്തെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേരിൽ പരാതി നൽകിയ രാഷ്ട്രീയക്കാർ ഉൾപ്പെടെയുള്ളവരിൽ നിന്നും മൊഴിയെടുത്തിരുന്നു. നിർബന്ധിത ഗർഭചിത്രം നടത്തിയെന്ന ആരോപണത്തിൽ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് പരാതിപ്പെട്ട അഭിഭാഷകനിൽ നിന്നും മൊഴിയെടുത്തിരുന്നു. പരാതി നൽകിയിരുന്ന കേരള കോൺഗ്രസ് നേതാവ് എച്ച് ഹഫീസിൽ നിന്ന് നേരത്തെ മൊഴിയെടുത്തിരുന്നു. ആരോപണം ഉന്നയിച്ചവർ ആരും ഇതുവരെ നേരിട്ട് പരാതി നൽകിയിട്ടില്ല. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പുറത്തുവന്ന ശബ്ദ സന്ദേശം അദ്ദേഹത്തിന്റേതാണെന്ന് കണ്ടെത്താൻ ശാസ്ത്രീയ പരിശോധന വേണ്ടിവരും. റെക്കോർഡ് ചെയ്യപ്പെട്ട ഇലക്ട്രോണിക് മാധ്യമം ആരോപണം ഉന്നയിച്ച യുവതിയുടെ പക്കലാണെങ്കിൽ അത് പരിശോധനയ്ക്ക് ലഭ്യമാക്കാനാകില്ല. അവർ പരാതിക്കാരിയല്ലാത്തതാണ് കാരണം. അതേസമയം വിവരങ്ങൾ സ്പീക്കറെ ക്രൈംബ്രാഞ്ച് അറിയിച്ചിട്ടുണ്ട്. 15-ന് നിയമസഭാ സമ്മേളനം തുടങ്ങാനിരിക്കെയാണ്. ഗർഭചിത്രത്തിന്റെ പരാതിയിൽ അഡ്വക്കേറ്റ് ഷിൻഡോ സെബാസ്റ്റ്യൻ ഉൾപ്പെടെ മൊഴി ക്രൈംബ്രാഞ്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലൈംഗിക ആരോപണ കേസിൽ സ്ത്രീകൾ മൊഴി നൽകാൻ വിസമ്മതിച്ചാൽ പോലീസ് നിയമോപദേശം തേടും. രാഹുലിനെതിരെ ഇതുവരെ ആരും നേരിട്ട് പരാതി നൽകാത്തതിനാൽ ക്രൈംബ്രാഞ്ച് അങ്ങോട്ട് ചെന്ന് രേഖപ്പെടുത്തുന്ന മൊഴികളിലും ശക്തമായ തെളിവുകൾ ലഭിച്ചാലേ അന്വേഷണം മുന്നോട്ട് നീങ്ങുകയുള്ളൂ. അതേസമയം തന്നെ ഈ ഉയർന്നു വന്നിട്ടുള്ള ഈ ഒരു ഓഡിയോ, രാഹുലിന്റേതെന്ന് പറയുന്ന ഒരു യുവതിയുമായി സംസാരിക്കുന്ന ഓഡിയോ വെച്ച് ക്രിയേറ്റ് ചെയ്തതാണെന്നൊക്കെ തന്നെ കഴിഞ്ഞ ദിവസം മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ തുറന്നടിച്ചിട്ടുണ്ട്. ഇന്ന് അത്തരത്തിലുള്ള സാങ്കേതിക വിദ്യകൾ വളരെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളൊക്കെ തന്നെ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് രാഹുലിനെതിരെയുള്ള ഒരു നീക്കത്തിന്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിന്റെ ശബ്ദം ഉപയോഗിച്ച് വെച്ച് ക്രിയേറ്റ് ചെയ്തതായിരിക്കാനുള്ള സാധ്യതയുമുണ്ട് എന്നാണ് മുതിർന്ന കോൺഗ്രസ് നേതാക്കളടക്കം പറഞ്ഞത്. സമൂഹമാധ്യമങ്ങളിലൂടെ സ്ത്രീകളെ പിന്തുടർന്ന് ശല്യപ്പെടുത്തിയെന്ന കുറ്റം ചുമത്തിയാണ് ക്രൈംബ്രാഞ്ച് സ്വമേധയാ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഡിവൈഎസ്പി എൽ ഷാജിയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം. 13ഓളം പരാതികളാണ് രാഹുലിനെതിരെ ലഭിച്ചിട്ടുള്ളത്. അതിൽ 10ഉം സംസ്ഥാന പോലീസ് മേധാവിക്ക് ഇമെയിൽ വഴി ലഭിച്ചതാണ്. പരാതിക്കാരുടെ മൊഴിയും തെളിവുകളും ശേഖരിച്ച ശേഷമാവും രാഹുലിനെ ചോദ്യം ചെയ്യുക. അതിനിടെ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട വിവാദത്തിനിടെ UDF യോഗം ഇന്ന് ചേരും. ആഗോള അയ്യപ്പ സംഗമത്തോടുള്ള നിലപാടിനും യോഗം രൂപം നൽകും. 15-ാം തീയതി നിയമസഭാ സമ്മേളനം തുടങ്ങുന്നതിനാൽ സഭയിൽ സ്വീകരിക്കേണ്ട സമീപനങ്ങളും യോഗത്തിൽ ചർച്ചയാവും. രാഹുൽ മാങ്കൂട്ടത്തെ കോൺഗ്രസിൽ നിന്നും സസ്പെൻഡ് ചെയ്തിരിക്കുന്ന സാഹചര്യത്തിൽ സ്വീകരിക്കേണ്ട നിലപാടും UDF യോഗത്തിന്റെ പരിഗണനയിലേക്ക് വന്നേക്കും. വൈകിട്ട് 7:30 ഓൺലൈനിലാണ് യോഗം ചേരുക. ലൈംഗിക ആരോപണത്തിൽ കുരുങ്ങി വിവാദ നായകനായ മുൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനും പാലക്കാട് MLAയുമായ രാഹുൽ മാങ്കൂട്ടത്തെ കോൺഗ്രസ് എളുപ്പം കൈയൊഴിയില്ല. ആദ്യമൊക്കെ തന്നെ വളരെ വേഗത്തിൽ ആരോപണം വലിയ രീതിയിൽ ഉയർന്നു വന്നപ്പോൾ
രാഹുലിനെതിരെ നടപടിയെടുത്തിരുന്നു. എന്നിരുന്നാലും നേതൃത്വം ഇപ്പോൾ തടുത്തിരിക്കുകയാണ്. ചില വിഭാഗങ്ങളിൽ നിന്ന് ഉയരുന്ന അഭിപ്രായം അനുസരിച്ച് അത്ര പെട്ടെന്ന് രാഹുലിനെതിരെ ഇങ്ങനെ ഒരു നീക്കം വേണ്ടിയിരുന്നില്ല എന്നുള്ള സൂചനകളുമുണ്ട്. പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും താൽക്കാലികമായി സസ്പെൻഡ് ചെയ്യപ്പെട്ടുവെങ്കിലും രാഹുലിന് രാഷ്ട്രീയ പിന്തുണ നൽകാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. ആരോപണം പുകമറ സൃഷ്ടിക്കാനും കോൺഗ്രസ് മുന്നേറ്റം തടയാനുമാണെന്നാണ് നേതാക്കളുടെ ആരോപണം. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും KPCC അധ്യക്ഷൻ അഡ്വക്കേറ്റ് സണ്ണി ജോസഫും നേരത്തെ തന്നെ രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൽ വ്യക്തമായ അന്വേഷണം നടത്തിയതിനു ശേഷം കടുത്ത നടപടി എന്ന നിലപാട് സ്വീകരിച്ചിരുന്നു. രാഹുൽ മാങ്കൂട്ടം MLA സ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യം കോൺഗ്രസ് നേതൃത്വം തള്ളിയിരുന്നു. ധാർമ്മികതയുടെ പേരിൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെച്ചതുപോലെ MLA സ്ഥാനം രാജിവെക്കേണ്ടതില്ലായിരുന്നു എന്നാണ് പാർട്ടി നേതൃത്വം തുടക്കം മുതൽ സ്വീകരിച്ച നിലപാട്. ശക്തിപ്പെടുത്തുന്നതിനിടയിലാണ് നേതൃത്വം ഒറ്റക്കെട്ടായി നീക്കം നടത്തുന്നത്. ഇതിനിടയിൽ CPM വനിതാ നേതാവ് രാഹുൽ വിഷയത്തിൽ നടത്തിയ പരസ്യ പ്രതികരണവും കോൺഗ്രസിന് പിടിവള്ളിയായിരിക്കുകയാണ്. മനഃപൂർവ്വം ഇരകളെ സൃഷ്ടിക്കുകയാണ് എന്നായിരുന്നു പത്തനംതിട്ടയിലെ ഒരു വനിതാ നേതാവിന്റെ കഴിഞ്ഞ ദിവസം നടത്തിയിട്ടുള്ള ആരോപണം. രാഹുൽ വിഷയത്തിൽ പുറത്തുവരുന്ന ആരോപണങ്ങൾ കെട്ടിച്ചമച്ചതാണെന്ന് കോൺഗ്രസ് ആരോപണം ഉന്നയിക്കുന്നതിനിടയിലാണ് ഇതേ ആരോപണമായി CPI വനിതാ നേതാവ് രംഗത്തെത്തിയത്. അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങളാണ് രാഹുലിനെതിരെ ഉയർന്നതെന്നാണ് കോൺഗ്രസ് നേതൃത്വം ഒറ്റക്കെട്ടായി വിലയിരുത്തുന്നത്. ആരോപണങ്ങളും വിവാദങ്ങളും പത്രമാധ്യമങ്ങളിൽ പ്രചരിച്ചതല്ലാതെ പരാതിയുമായി ആരും എത്തിയിട്ടില്ല. ചില ശബ്ദ സന്ദേശങ്ങൾ പ്രചരിച്ചു എന്നല്ലാതെ തെളിവുകൾ നിരത്തി ആരും പോലീസിന് മുന്നിൽ പരാതി ഉന്നയിച്ചിട്ടില്ല. ലൈംഗിക ആരോപണത്തിൽ കെട്ടിച്ചമച്ചതാണെന്നാണ് പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. വ്യക്തമായ രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമായി നടന്ന ഗൂഢാലോചനയാണ് വിവാദങ്ങൾക്ക് പിന്നിൽ. അതിനാൽ നേതൃത്വം വിലയിരുത്തിയിരിക്കുന്നത് ഇതോടെയാണ് രാഹുലിന് രാഷ്ട്രീയ കവചം തീർക്കാൻ കോൺഗ്രസ് നേതൃത്വം തീരുമാനം കൈക്കൊണ്ടത്. അതായത് തുടക്കം മുതൽ പറഞ്ഞതുപോലെ ഒന്ന് ആറുമ്പോൾ ഇതൊക്കെ തന്നെ രാഹുലിന് അനുകൂലമായിട്ട് തിരിയാനുള്ള എല്ലാ സാധ്യതയും മുൻപിലുണ്ട്. അതാണ് ഇപ്പോൾ പതുക്കെ ആയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് സംശയം. CPMഉം ചില മാധ്യമങ്ങളും ചേർന്ന് നടത്തിയ ഗൂഢാലോചനയാണ് വിവാദങ്ങൾക്ക് പിന്നിലെന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്. രാഹുൽ MLA സ്ഥാനം രാജിവെക്കണമെന്ന് ശക്തമായ ആവശ്യം ഉന്നയിച്ചിരുന്ന മുതിർന്ന കോൺഗ്രസ് നേതാക്കളും രാജി ആവശ്യത്തിൽ നിന്ന് പിറകോട്ട് പോയിരിക്കുകയാണ്. CPI രാഷ്ട്രീയ ഗൂഢാലോചന നടത്തിയെന്നാണ് UDF നേതാക്കളും വിശ്വസിക്കുന്നത്. രാഹുലിനെ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുപ്പിക്കുമെന്ന് കോൺഗ്രസ് നേതൃത്വം പ്രഖ്യാപിച്ചതോടെ സംരക്ഷണം ഉറപ്പാക്കുമെന്ന വ്യക്തമായ സന്ദേശമാണ് നൽകിയിരിക്കുന്നത്. ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധി എന്ന നിലയിൽ രാഹുൽ മണ്ഡലത്തിന്റെ വികസന കാര്യങ്ങളിൽ തുടർന്ന് ഇടപെടാൻ അവകാശമുണ്ടെന്നാണ് നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നത്. ഏതായാലും രാഹുൽ ഇത്രയും കാലങ്ങളായിട്ട് പൊതുപരിപാടികളിലൊന്നും തന്നെ പങ്കെടുത്തിട്ടില്ല. ഒരുപക്ഷെ പൊതുപരിപാടികളിലേക്ക് വരികയാണെങ്കിൽ തന്നെ അവിടെയും ചില പ്രതിഷേധങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ എന്നിരുന്നാലും പാർട്ടി രാഹുലിനെ സംരക്ഷിക്കാനുള്ള നീക്കം തന്നെയാണ് നടത്തുന്നത്.